കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ശ്രുതിയെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ കൂട്ടുകാരിയോട് പറയുന്നുണ്ട്, എടി എങ്ങനെയെങ്കിലും അവനെ എന്റെ വരുതിക്കുള്ളിലാക്കണം. അതിനു വേണ്ടിയിട്ട് അവന്റെ അമ്മയെ ആദ്യം ഒന്ന് സോപ്പിടണം. പക്ഷെ തള്ള അത്ര പെട്ടെന്നൊന്നും അലിയുന്ന കൂട്ടത്തിലൊന്നും അല്ല. അതിനിപ്പോ എന്താടി പ്രയാസം? നീ നല്ല ഒന്നാം തരം നുണയല്ലേ അവരുടെ അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഭാമാമേടും ഉള്ളത് കൊണ്ട് നീ ഒരിക്കലും പേടിക്കൊന്നും വേണ്ട. ഇവര് സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാല് ഉറപ്പായിട്ടും അത് നിനക്ക് വലിയ വിഷയമായിട്ട് വരും. അതിനു മുന്നേ എങ്ങനെയെങ്കിലും ആ ചെറുക്കനെ നിന്റെ സ്വന്തമാക്കാൻ നോക്കെന്ന് പറയാണ്. അപ്പൊ കൂട്ടുകാരിയുടെ കാര്യമായിട്ടുള്ള ഉപദേശമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിലും ചന്ദ്രമതി ഇച്ചിരി ഡേഞ്ചർ ആണ്. ചന്ദ്രമതിയെ എന്റെ വരുതിയിൽ ആക്കാനായിട്ട് കുറച്ച് പ്രശ്നം തന്നെയാണ്. പിന്നെ സാമ്പത്തികമായിട്ട് ഞാൻ നല്ല ഒന്നാന്തരം ഒരു കുടുംബത്തിലെയാണെന്നും അത്യാവശ്യം മുതലുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അവരെ പറഞ്ഞ് ഞാൻ ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ശ്രുതിയെ ഇങ്ങോട്ട് എനിക്ക് വേണ്ടിയിട്ട് ആലോചിക്കണം. ഇതെല്ലാമാണ് എന്റെ പ്ലാനിങ് എന്നുള്ള കാര്യം കൂട്ടുകാരിയോട് ശ്രുതി പറയുമ്പം ശ്രുതിയെ കൂട്ടുകാരി കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാണ്. അപ്പം ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ആ മാധവൻ ചേട്ടന്റെ കടയിൽ എത്തി. അപ്പൊ പുള്ളിക്കാരന്റെ അടുത്ത് നിന്നും മാല ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് നേരെ നമ്മുടെ സച്ചി പോകുന്നത് രേവതിയുടെ വീട് ലക്ഷ്യമാക്കിയാണ്. അങ്ങനെതാ രേവതിയുടെ വീട്ടിലെത്തുമ്പോഴത്തേക്കിനും സച്ചിയുടെ ആ ഒരു കയറി വരവൊക്കെ കാണുമ്പം നമ്മുടെ ലക്ഷ്മിയമ്മയും ദേവവും അതുപോലെ തന്നെ ശരത്തും ഒക്കെ അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പൊ ഇവരിങ്ങനെ പെട്ടെന്ന് നമ്മുടെ സച്ചി വരുന്നത് കാണുമ്പോൾ മോനെ നീ തനിയേ ഉള്ളോ, രേവതി വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ എന്തിനാണിപ്പൊ അവളെ കൂട്ടിക്കൊണ്ട് വരുന്നത്? അമ്മ ഞാൻ വന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ദേ ഇതാദ്യം ഒന്നങ്ങോട്ട് പിടിച്ചെന്നും പറഞ്ഞ് മാല എടുത്ത് ലക്ഷ്മിയമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, എന്താ മോനെ നീ കാണിക്കുന്നത്? ഇത് അമ്മയും അതുപോലെ ദേവവും ശരത്തും കൂടി സ്നേഹത്തോടു കൂടി എന്റെ കഴുത്തിൽ ഇട്ടു തന്നതാണ്. പക്ഷെ ഇതാണ് ഇന്ന് എനിക്ക് ഏറ്റവും വലിയ സ്വസ്ഥതക്കേട്. അതുകൊണ്ട് അമ്മയുടെ മോള് ചില്ലറ പ്രശ്നങ്ങളൊന്നും അല്ല ഉണ്ടാക്കിയത്. ഞാനും അഭിമാനമുള്ളൊരാണ് തന്നെയാണ്. എനിക്ക് ചെറിയൊരു പൈസയുടെ ആവശ്യം വന്ന സമയത്ത് ഞാൻ ഈ മാലയൊന്ന് പണയം വെച്ചു. അതിന് അവൾ നടു റോഡിൽ വെച്ചാണ് ഒരു സീൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് ഇനി ഈ മുതൽ വേണ്ട, ഇത് നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചു എന്ന് പറയുക. അപ്പം അമ്മയാണെങ്കിലോ വലിയ വിഷമത്തിലൊക്കെ ആയി. മോന് ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്കിനും ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോനെ അവൾ അവളുടെ വിവരക്കേട് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അവൾക്ക് ഇച്ചിരി എടുത്തുചാട്ടമൊക്കെ ഉണ്ടെന്നല്ലാതെ അവൾ വലിയ ഡേഞ്ചർ ഒന്നും അല്ല എന്നൊക്കെ പറയുകയാണ്. പക്ഷേ നമ്മുടെ സച്ചി ആണെങ്കിലും ഇനി എനിക്ക് ഈ സാധനം വേണ്ട, ഞാനേ കുടുംബത്ത് പറഞ്ഞ ഒരുത്തനാണ്, എനിക്കിനി ഒരിക്കലും ഇതെന്റെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കാൻ സാധിക്കില്ല. ദേവു നീ ഇത് സൂക്ഷിച്ചോന്നും പറഞ്ഞ് നമ്മുടെ ദേവുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ചേട്ടാ അത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവു വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സച്ചി എന്ത് ചെയ്താലും അത് തിരികെ വാങ്ങാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോനെ ഇത് ഞങ്ങൾ നിനക്ക് വേണ്ടി തന്നതല്ലേ, ഇത് വിൽക്കാനും പണയം വെക്കാനും ഒക്കെ നിനക്ക് അവകാശം ഉണ്ടല്ലോ. അമ്മേ ഇത് അമ്മയുടെ മോളോട് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു. പക്ഷെ അവള് ചില്ലറ പ്രശ്നങ്ങളല്ല ഇതിന്റെ പേരിൽ എന്റെ വീട്ടിലുണ്ടാക്കിയത്. ഇപ്പതാ എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലുമാണ്. എന്റെ അച്ഛനും സമാധാനം ഇല്ല, എനിക്കും സമാധാനം ഇല്ല. അതുകൊണ്ട് അമ്മ ഇനി ഇത് അമ്മയുടെ മോൾക്ക് കൊടുക്കുവാണെങ്കിൽ കൊടുത്തോ, എനിക്ക് എന്തായാലും ഇനി ഈ മുതൽ വേണ്ടാന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് അങ്ങ് പോരുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ ലക്ഷ്മിയമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നു കേട്ടോ. ലക്ഷ്മിയമ്മയാണെങ്കിൽ നേരെ നമ്മുടെ രേവതിയെ വിളിക്കുക. അപ്പൊ ആ സമയത്ത് അവളാണെങ്കിൽ ഭയങ്കര ഫുഡ് ഉണ്ടാക്കലാണ്. രേവതി ഫോൺ എടുത്തതും, എടി അഹങ്കാരി നിനക്ക് എന്തിന്റെ കേടായിരുന്നു? നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? നല്ല ഒന്നാമതൊരു ഒരു കുടുംബത്തിലേക്കല്ലേ നിന്നെ ഞങ്ങൾ കെട്ടിച്ചയച്ചത്, എന്നിട്ട് നിനക്ക് അവിടെ മര്യാദക്ക് താമസിക്കാൻ പറ്റുന്നില്ലേ എന്ന് ചോദിക്കുമ്പം അമ്മ എന്താ അമ്മ പ്രശ്നം, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ച് രേവതി ആണെങ്കിൽ നമ്മുടെ ലക്ഷ്മിയമ്മയോട് ചോദിക്കുമ്പം ലക്ഷ്മിയമ്മ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. സച്ചി ഇവിടെ വന്നെന്നും അവൻ ആ മാല എന്നെ തിരികെ ഏൽപ്പിച്ചു എന്നുള്ള കാര്യമൊക്കെ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും അമ്മ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ ഇന്ന് അശോകൻ അങ്കിളിനെ കണ്ടായിരുന്നു. അപ്പൊ അങ്കിള് പറഞ്ഞു അങ്കിളുടെ വൈഫിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് സച്ചി ആ ഒരു മാല പണയം വെച്ചതെന്നും അങ്ങനെയാണ് സംഭവിച്ചത്, അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെയൊന്നും അല്ല. എടി നിന്റെ എടുത്തുചാട്ടം, നല്ല ഒന്നാന്തരം ഒരു ചെറുക്കനെ നിനക്ക് കിട്ടി. അത് ഈശ്വരനായിട്ടും നിന്റെ അച്ഛന്റെ ആത്മാവായിട്ടും ഒക്കെ എത്തിച്ചു തന്നതാണ്. അത് നീ നല്ലത് രീതിയിൽ കൊണ്ടു നടക്കാതെ
അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മനഃപൂർവ്വം അവന്റെ മനസ്സ് വേദനിപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഈ അമ്മ നിന്നോട് ക്ഷമിക്കില്ല എന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മ ഒരു ഡയലോഗ് അങ്ങോട്ട് അടിക്കുകയാണ്. അപ്പം ലക്ഷ്മി അമ്മയുടെ ഈ വർത്താനം കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതി ആണെങ്കിൽ അമ്മ ഞാൻ ചെയ്തത് തെറ്റാണ്, ഇനി എനിക്ക് മറ്റൊന്നും കേൾക്കണ്ട, സച്ചിയോട് നീ മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ, സച്ചിയോട് മാപ്പ് പറഞ്ഞിട്ട് ഇനി രണ്ടാളും കൂടി ഇങ്ങോട്ട് വരണം എന്നുള്ള കാര്യം അമ്മ ഇങ്ങനെ മകളെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. ആയിക്കോട്ടെ അമ്മ, ഞാൻ ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ മാപ്പ് ചോദിച്ചു. അങ്ങനെതാ ക്ഷീണമൊക്കെ ആയിട്ട് നമ്മുടെ സച്ചി ആണെങ്കിലും റൂമിലേക്ക് വരികയാണ്. വരുന്ന സമയത്താണെങ്കിലും രേവതി ചോദിക്കുന്നുണ്ട്, അതെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. മാല എന്നുള്ള കാര്യം മാത്രമേ അവള് പറഞ്ഞുള്ളൂ. പക്ഷേ സച്ചി ആണെങ്കിലും നിനക്ക് തീർന്നില്ല അല്ലേ? എടി നിന്റെ മാല അത് ഞാൻ തിരികെ എവിടെയാണോ ഏൽപ്പിക്കേണ്ടത് അവിടെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നീ എന്നെ പറഞ്ഞതും എടുത്തതും അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷെ നിന്റെ ഈ എടുത്തുചാട്ടം അത് നിനക്ക് വലിയ ദോഷം ചെയ്യും എന്നുള്ള രീതിയിൽ സച്ചി ഇങ്ങനെ സംസാരിക്കുമ്പോൾ രേവതി ആണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ അശോകൻ അങ്കിളിനെ കണ്ടായിരുന്നു. അപ്പം അങ്കിള് സത്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ആന്റിയുടെ സർജറിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മാല പണയം വെച്ചതെന്ന് ഒരു വാക്ക് എന്നോടൊന്നും നിങ്ങൾക്ക് പറയാറുന്നില്ലെന്ന് ചോദിക്കുമ്പം എൻ്റെ പൊന്നോ ഇനി ഒച്ചയെടുത്ത് അച്ഛനെ കൂടെ ഇത് അറിയിക്കല്ലേ, അച്ഛൻ ഇത് അറിയരുതെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെങ്ങനെ അങ്കിള് നിന്നോട് പറഞ്ഞു? അത് നമ്മൾ തമ്മിൽ വഴക്കാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും അങ്കിള് പറഞ്ഞു പോയതാണ്. എന്തായാലും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയുമ്പം എടി നീ എന്തൊക്കെയാണ് അതിന്റെ പേരിൽ ഇവിടെ കിടന്ന് പുക്കാറുണ്ടാക്കിയത്? ചില്ലറ പ്രശ്നങ്ങളല്ലല്ലോ. നീ ഇതിനും വേണ്ടിയൊക്കെ പറഞ്ഞില്ലേ? എന്റെ കൂട്ടുകാരന്മാരും ഞാനും കൂടി നിന്റെ മാല പണയം വെച്ച് കുടിച്ചു എന്ന് വരെ നീ പറഞ്ഞു. അപ്പം ഞാനേ എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിന്നോടന്ന് ആ സത്യം പറയാതിരുന്നത്. പക്ഷേ നീ അങ്ങനെയല്ലല്ലോ വിചാരിച്ച് വെച്ചിരുന്നത്. നീ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. അതും പോരാഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെ മുന്നിൽ വരെ നീ എന്നെ നാണം കെടുത്തിയില്ലേ? എൻ്റെ അച്ഛൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ച് കാണും? എൻ്റെ അച്ഛൻ്റെ മനസ്സ് വേദനിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അച്ഛനെ കാര്യങ്ങളൊന്നും അറിയിക്കാതിരുന്നതെന്നുള്ള വർത്താനമൊക്കെ സച്ചി പറയുന്നത് പുറത്തു നിന്ന് നമ്മുടെ രവി കേൾക്കുകയാണ്. അപ്പൊ അച്ഛന്റെ കണ്ണുകളൊക്കെ നിറയുക, തന്റെ മകൻ ഇത്രയും നല്ലൊരു മകനെയാണല്ലോ തനിക്ക് ഈശ്വരൻ തന്നത് എന്നുള്ള സന്തോഷത്തിലെ രവി അവിടെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും സച്ചി തുടർന്ന് പറയുക, ഇനി ഒരു കാരണം വെച്ചാലും ഒരാളുടെ മുന്നിലും എൻ്റെ അച്ഛൻ അപമാനിതനാവാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നീയാണ് കാരണക്കാരിയെങ്കിൽ പിന്നെ മോളെ നിന്റെ ഈ വീട്ടിലെ താമസം അത് ഞാനങ്ങ് അവസാനിപ്പിക്കുമെന്ന് പറയുക. അപ്പൊ രേവതിയാണെങ്കിൽ ഞാൻ ചെയ്തു പോയതിനെല്ലാം നിങ്ങളോട് മാപ്പ് ചോദിക്കുക, എന്നോട് ക്ഷമിക്കണം, എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ അപേക്ഷിക്കുമ്പോഴത്തേക്കിനും സച്ചി എനിക്ക് നിന്റെ ഒരു വർത്താനം കേൾക്കണ്ട, എന്തായാലും നിന്റെ ആ വലിയ മാലയുണ്ടല്ലോ അത് നിന്റെ വീട്ടിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. നീ അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള കാര്യം നിനക്കറിയോ? എൻ്റെ അച്ഛൻ തന്ന പണം കൊണ്ടാണ് ആ മാല വാങ്ങിച്ചത്. അതുകൊണ്ട് വലിയ ഡയലോഗൊന്നും അടിക്കണ്ട, പോയിക്കോളാൻ പറയാണ്. അപ്പൊ രേവതി ആണെങ്കിൽ അവിടുന്ന് വിഷമിച്ച് അങ്ങനെ പോകുമ്പം നമ്മുടെ സച്ചി ആണെങ്കിലോ സച്ചിക്കൊരു ഓട്ടം വരികയാണ് കേട്ടോ. അപ്പൊ രാത്രി ആയതുകൊണ്ട് തന്നെ സച്ചി ആണെങ്കിലോ ഞാൻ വന്നോളാം, ഇനിയിപ്പം മാലയൊക്കെ പണയം വെച്ചതൊക്കെ എടുപ്പിച്ചത് കൊണ്ട് തന്നെ കാറിന്റെ ലോൺ അധികമായിട്ടുണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ എടുത്തു കൊടുക്കണമെങ്കിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ സച്ചി പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും രേവതി വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നിങ്ങൾ ഇനിയിപ്പോ ഓട്ടം പോവാണോ? എനിക്ക് കാശിന് നല്ല അത്യാവശ്യമുണ്ട്, പല കാര്യങ്ങൾക്കും ഞാൻ ഒരുപാട് കാശ് കണ്ടെത്തി. അപ്പൊ അതുകൊണ്ട് അത് റോൾ ചെയ്ത് പോകണമെങ്കിൽ എനിക്ക് സാമ്പത്തികം വേണം. നീ ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ എങ്ങാനും കിടന്നോന്ന് പറയാണ്. അപ്പൊ അങ്ങനെ സച്ചി പോയി കഴിയുമ്പോഴത്തേക്കിനും രാത്രിയൊന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ രേവതിക്കാണെങ്കിൽ സച്ചിയെ കാണാഞ്ഞിട്ട് ഒരു മനസമാധാനവും ഇല്ല. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോഴത്തേക്കിനും നമ്മുടെ രവി ആണെങ്കിൽ നടക്കാൻ പോവാൻ തുടങ്ങുകയാണ്. അപ്പൊ രേവതി അച്ഛന്ന് വിളിച്ച് ചെല്ലുന്നുണ്ട്. അച്ഛന് കോഫിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും മോളെ സച്ചി എന്തേന്ന് ചോദിക്കുമ്പം സച്ചി ഇന്നലെ രാത്രി ഓട്ടം പോയതാ അച്ഛ, ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുക. മോളെ അച്ഛൻ നിന്നോടൊരു കാര്യം ചോദിച്ചാലും മോള് സത്യം പറയുമോ? സച്ചിയും മോളും തമ്മിൽ ഇന്നലെ എന്തായിരുന്നു പ്രശ്നമെന്ന് ചോദിക്കുക. അപ്പൊ ഉടനെ രേവതി നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് ഇങ്ങനെ വിശദീകരിച്ച് പറയുകയാണ്. അച്ഛ, സച്ചി ആ മാല പണയം വെച്ചത് അത് സർജറിക്ക് വേണ്ടിയിട്ടാണ്, അശോകനങ്കിളുടെ വൈഫിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ന് ജീവനോട് കൂടി ഇരിക്കുന്നതിന്റെ കാരണക്കാരൻ അത് സച്ചിയാണെന്നും ഒക്കെ അശോകനങ്കിൾ എന്നെ കണ്ടപ്പോ പറഞ്ഞു. പിന്നെ എന്താ മോളെ അശോകൻ എന്നെ കണ്ടപ്പോ ഈ കാര്യങ്ങൾ പറയാതിരുന്നെന്ന് രവി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും രേവതി പറയുന്നുണ്ട്,
സച്ചി അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛാ. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് വിഷമാവില്ലേ, അപ്പൊ അതുകൊണ്ടാണ് അതൊന്നും അറിയിക്കാതിരുന്നതെന്നാണ് അശോകനെങ്കിൽ എന്നോട് പറഞ്ഞെന്നും പറഞ്ഞ് ഇവള് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തൻ്റെ മകൻ എത്ര നല്ലവനാണ് എന്നുള്ള കാര്യത്തിൽ രവിക്ക് വലിയ അഭിമാനമൊക്കെ തോന്നുകയാണ്. അപ്പൊ പുള്ളിക്കാരനാണെങ്കിലോ, മോളെ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ എൻ്റെ സച്ചി അത്തരക്കാരനല്ലാന്ന്. അവൻ ഒരിക്കലും അങ്ങനെ ഒരാളുടെയും മുതൽ മോഷ്ടിച്ചോ അല്ലെങ്കിൽ പിടിച്ചു പറിച്ചോ അവനൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് എൻ്റെ മോളൊരു കാര്യം ചെയ്യും, ഇനി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ സത്യസന്ധമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ പ്രതികരിക്കാവുള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ രേവതി ആണെങ്കിലും തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾക്കെല്ലാം അച്ഛനോടും സച്ചിയോടും ഒക്കെ മാപ്പ് പറഞ്ഞു. അങ്ങനെ ഇതാ അച്ഛനാണെങ്കിലും മോളെ അച്ഛൻ എന്നാലും നടക്കാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ നടക്കാൻ പോകുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി ഓട്ടോ ഓടുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അപ്പം അതിലെയാണ് രവിയുടെ നടപ്പം. അപ്പൊ പുള്ളിക്കാരൻ അതിലെ അങ്ങ് പോകുന്ന സമയത്ത് സച്ചിയാണെങ്കിൽ വണ്ടിയിലിരുന്ന് ഉറങ്ങുന്ന കാഴ്ച കാണുക കേട്ടോ. അപ്പൊ തന്റെ മകൻ പേടിച്ചിട്ടാണ്, സത്യം പറഞ്ഞ രേവതിയായിട്ട് വഴക്കിടേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവൻ തിരികെ വീട്ടിലേക്ക് വരാതിരുന്നതെന്ന് അച്ഛന് മനസ്സിലാകുക. അപ്പൊ ഉറങ്ങുന്ന സച്ചിയെ പതിയെ അച്ഛൻ തട്ടി വിളിച്ചിട്ട് മോനെ എടാ സച്ചി എഴുന്നേക്കടാന്ന് പറയുക. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ സച്ചി എഴുന്നേക്കുമ്പം അച്ഛാ എന്താണ് അച്ഛാ ഇവിടെ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും മോനെ നീ എന്താ വരാഞ്ഞേ? അച്ഛൻ ഞാൻ ഓട്ടം പോയിട്ട് വന്നപ്പോൾ താമസിച്ചു, പിന്നെതാ വണ്ടി ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയെന്ന് പറയുകയാണ്. മോനിങ്ങ ഇറങ്ങെന്ന് പറഞ്ഞ് അച്ഛൻ നിർബന്ധിച്ച് നമ്മുടെ സച്ചിയെ വണ്ടിയിൽ നിന്ന് ഇറക്കുമ്പോഴത്തേക്കിനും എന്താ അച്ഛാ എന്താ പറ്റിയത്? മോനെ ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു, നീ അശോകനെ സഹായിച്ചതാണെന്ന് ഒരു വാക്ക് നിനക്ക് അച്ഛനോട് പറയായിരുന്നില്ലേ? എന്തിനാണ് എൻ്റെ മോൻ ഇതെല്ലാം മറച്ചു വെച്ചതെന്നും ചോദിച്ച് അച്ഛനാണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെടുമ്പോഴത്തേക്കിനും എൻ്റെ അച്ഛൻ്റെ കണ്ണ് നിറയാനായിട്ട് എനിക്ക് ഒരിക്കലും താല്പര്യമില്ല. എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ അതെല്ലാം മറച്ചു വെച്ചത്. ഇനി അച്ഛൻ ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ അശോകനെങ്കിലും സഹായിക്കാൻ പറ്റാണ്ട്, അപ്പൊ അതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ അച്ഛനെ സഹായിക്കാൻ ഞാനല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിക്കുമ്പം നമ്മുടെ രവിയുടെ കണ്ണുകൾ നിറയാണ്. രവി ആണെങ്കിൽ തന്റെ മകനെ, ഇത്രയും നല്ലൊരു മകനെ കിട്ടിയതിന് ഒരുപാട് സന്തോഷിക്കുക. അപ്പൊ സ്വന്തം മകനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണ് ആ അച്ഛൻ. അപ്പം അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. എല്ലാവരും കാണുക. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്നും അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്